ഹലോ ഗൈസ്, ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞങ്ങൾ ഇന്ന് യാത്ര പോവുകയാണ് ഗൈസ്. കോഴിക്കോട് ഒരു ട്രിപ്പ് പോവുകയാണ്. വെക്കേഷനൊക്കെ അല്ലേ, അതുകൊണ്ട് ഞങ്ങൾ കോഴിക്കോട് ടു ഊട്ടി ആക്കാമെന്ന് വിചാരിച്ചു. കോഴിക്കോട് ഞാൻ പണ്ട് പോയിട്ടുള്ളതാണ്, പക്ഷെ അത് രാത്രിയിലായിപ്പോയി. അവിടെ ഒന്നും കാണാനൊന്നും പറ്റില്ല. എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് കോഴിക്കോട്. പിന്നെ അവിടുത്തെ ഫുഡ് ടേസ്റ്റ് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. അങ്ങനെ ഞങ്ങൾ രാവിലെ ഇറങ്ങി തൊടുപുഴയിലെത്തി. മസാല ദോശയും നെയ്റോസ്റ്റും ഒക്കെ കഴിച്ച് അവിടുന്ന് യാത്ര തുടങ്ങി. ഇങ്ങനെ ലോങ് യാത്രയൊക്കെ പോകുമ്പോഴേ പിള്ളേർക്ക് പറ്റിയ കാർബെഡ് ഇല്ലേ, അതിനെക്കുറിച്ച് ആർക്കെങ്കിലും അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യണേ. അത് ഞങ്ങൾ ഫ്ലിപ്കാർട്ടിലും ആമസോണിലൊക്കെ നോക്കിയായിരുന്നു. നല്ല റേറ്റാണ്. അപ്പം കുറേ കമൻസ് കണ്ട്, നെഗറ്റീവ് കമൻസാണ് കണ്ടത്. അപ്പോൾ അത് വാങ്ങിക്കാനൊരു പേടി. വാങ്ങിച്ചു കഴിഞ്ഞ് ഡാമേജ് ആവുമോ എന്തോ. ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ചങ്ങായി അമ്മടെ കോഴിക്കോട് കായ വറുത്ത് തരാലോ, നല്ല കറുമുറ തിന്നാലോ. പാട ചെയ്യാതെ നല്ല പാടുമല്ലോ, പാടിക്കേ. ഞാൻ പാടാം. കുന്നംകുളം. അയ്യോ, എറണാകുളം അല്ലേ? കുന്നംകുളം തൃശ്ശൂർ കഴിഞ്ഞ് കുന്നംകുളം. നമ്മൾ കുന്നംകുളം കയറിയില്ല, അതിന് വേറെ വഴി കൂടെ. നമ്മൾ വേറെ വഴി കൂടെ കയറി ഇങ്ങോട്ട് കട്ട് ചെയ്ത് വന്നില്ലേ. നേരെ വന്നിരുന്നേ കുന്നംകുളം വഴി വന്നിട്ട് ഇങ്ങനെ വന്നേനെ. നമ്മൾ കുന്നംകുളം കട്ട് ചെയ്തിട്ട് നേരെ ഇവിടെ വന്ന് ചാടി. മനസ്സിലായോ? അങ്ങനെ ഞങ്ങൾ കരിക്ക് കുടിക്കാൻ വേണ്ടി ഇറങ്ങിയതാ. എല്ലായിടത്തും പൊട്ടത്തേങ്ങ ആയിരുന്നു. പിന്നെ ലാസ്റ്റ് സിയാദ് പറഞ്ഞു കുറച്ചും കൂടെ പോയ ഒരു ഇക്കാട കടയുണ്ട്, അവിടെ നല്ല കരിക്ക് കിട്ടുമെന്ന്. അങ്ങനെ ഞങ്ങൾ വന്നതാ. നല്ല നല്ല കരിക്കായിരുന്നു കേട്ടോ. പാവം ആ ഇക്കട കൈ വിരൽ 4 വിരലില്ല കേട്ടോ. അത് കരിക്ക് വെട്ടി പോയതാന്ന് തോന്നുന്നു, പാവം. കണ്ടോ, നിങ്ങളുടെ കൊച്ചു പിണങ്ങിയിരിക്കുക. ബിസ്ക്കറ്റ് കൊടുത്തില്ല എന്നും പറഞ്ഞ്. നല്ല സ്മൂത്ത് റോഡാണ് കേട്ടോ ഓടിക്കാനായിട്ട്. എനിക്കല്ല കേട്ടോ, സിയാദിന്. പിന്നെ എനിക്ക് പോരായ്മയായിട്ട് തോന്നിയത് പെട്രോൾ പമ്പിൻ്റെ സിമ്പിളൊന്നും കൊടുത്തിട്ടില്ല. മൂത്രം ഒഴിക്കാനായിട്ട് ടോയ്ലറ്റ് നോക്കിയിട്ട് ഒരു രക്ഷയില്ലായിരുന്നു. എനിക്ക് തോന്നിയതാട്ടോ, അതുമാത്രം എനിക്ക് പോരായ്മയായിട്ട് തോന്നിയത്. അങ്ങനെ ഞങ്ങൾ കോഴിക്കോട് എത്തി ഗൈസ്. ആദ്യം പോകുന്ന റഹ്മത്തിൻ്റെ കടയിൽ പോയി ബിരിയാണി കഴിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ല, അവിടെ എത്തിയപ്പോൾ ഭയങ്കര ക്യൂ. അവിടെ പാർക്കിംഗ് പോലും കിട്ടത്തില്ലായിരുന്നു. ലാസ്റ്റ് 1 കിലോമീറ്റർ അപ്പുറം പോയി പാർക്ക് ചെയ്തിട്ട് അവരുടെ തന്നെ ഓട്ടോ ഉണ്ട്, ഹോട്ടലിലേക്ക് കൊണ്ടുവിടും. അങ്ങനെ ഞങ്ങൾ എൻ്റെ ഓട്ടോയിൽ കയറി പോവുക. ഹോട്ടലിലെത്തിയപ്പം നല്ല തിരക്ക്. അവിടെയും 10-15 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ടാണ് സീറ്റ് കിട്ടിയത്. ബിരിയാണി ഒരു രക്ഷയില്ല കേട്ടോ, അടിപൊളി ടേസ്റ്റായിരുന്നു, ഒന്നും പറയാനില്ല. പിന്നെ ഫുഡെല്ലാം കഴിച്ചതിന് ശേഷം പിന്നെ അവരുടെ ഓട്ടോയിൽ തന്നെ ഞങ്ങൾ തിരിച്ച് പാർക്കിങ്ങിലേക്ക് പോവുക. അങ്ങനെ നമ്മൾ റഹ്മത്തിന്റെ ഹോട്ടലിൽ കയറി ഫുഡൊക്കെ കഴിച്ച്. എന്നാ അമ്മു കഴിച്ചു നമ്മള്? ബിരിയാണി. ഇനി എങ്ങോട്ടാ പോകുന്നത്? റൂമിലോട്ട്. എവിടെ? റൂമിൽ പോവാ നമ്മള്. കാസിനോ ഹോട്ടലിലെത്തി. പിള്ളേരാണെങ്കിൽ മടുത്താ വന്നതേ ബെഡിലേക്കാണ് കയറിയത്. പിന്നെ പെട്ടെന്ന് കുളിച്ച് റെഡിയായി ഞങ്ങൾ ബീച്ചിലേക്ക് പോവുക. ബീച്ചിലാണെങ്കിൽ വണ്ടിയും കൊണ്ടൊന്നും പോകാൻ പറ്റത്തില്ല, നല്ല ബ്ലോക്കാണ്. അങ്ങനെ ഞങ്ങൾ ഓട്ടോയിലാണ് പോകുന്നത്. ഞങ്ങൾ ഫാമിലി ആയിട്ട് അങ്ങനെ ഓട്ടോയിൽ പോകുന്നത് അങ്ങനെ വളരെ ചുരുക്കമാണ് കേട്ടോ. പോയിട്ടില്ലെന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ഞാൻ പിള്ളേരെയും കൊണ്ട് അത്യാവശ്യത്തിന് പോകുന്നതല്ലാതെ സിയാദ് എപ്പോഴും വണ്ടിയിലേ പോകാറുള്ളൂ. ഇത് ഫാമിലി ആയിട്ട് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കുറേ നേരം ബീച്ചിൽ സ്പെൻഡ് ചെയ്തു കേട്ടോ. പിന്നെ ഒരു വിധത്തിൽ പിള്ളേരെ എല്ലാം വലിച്ചു കയറ്റി. എൻ്റെ അല്ലോ, ഇവളെയും കൊണ്ട് ഒരു രക്ഷയില്ല. ഓടടാ ഓട്ടോ, കാട്ടിൽ നിന്ന് അഴിച്ചു വിട്ട പോലെ അവൾ കിടന്ന് ഓടുന്നത്. അയ്യോ, പിടിച്ച അവിടുത്തെ മണലിലെല്ലാം ഉരുളുമായിരുന്നു. എൻ്റെ അല്ലോ. പിന്നെ ഞങ്ങൾ കൊച്ചു വർത്താനങ്ങളൊക്കെ പറഞ്ഞ് നടന്ന് ഫുഡ് കോർട്ടിൻ്റെ അങ്ങോട്ട് പോവുക. നമ്മളിങ്ങനെ പിന്നീട് നമ്മൾ ചിന്തിച്ചിട്ട് കാര്യമില്ല. നമ്മളിങ്ങനെ ഇടയ്ക്കൊക്കെ പുറത്തൊക്കെ പോകണം, എന്നാലും നമ്മുടെ മനസ്സിന് ഒരു റിലാക്സേഷൻ കിട്ടത്തുള്ളൂ. പിന്നെ പ്രായമായി കഴിഞ്ഞ് ചിന്തിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഇതുപോലെ ഞാൻ വീട്ടിനകത്ത് തന്നെ ഇരുന്ന് ഡിപ്രഷൻ്റെ സ്റ്റേജ് വരെ എത്തിയിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ ഇടയ്ക്കൊക്കെ പുറത്ത് തന്നെ കൊണ്ടുപോയി തുടങ്ങിയപ്പോൾ മനസ്സിനൊരു സമാധാനം കിട്ടി തുടങ്ങിയത്. പിന്നെ ഞങ്ങൾ കോഴിക്കോടിൻ്റെ അവിടെ, നമ്മുടെ കോഴിക്കോട് എല്ലാവരും വന്ന് അവിടെ ഫോട്ടോസൊക്കെ എടുക്കുന്ന ഇൻസ്റ്റാഗ്രാമിലൊക്കെ കാണാം. എനിക്കും ഭയങ്കര ആഗ്രഹമായിരുന്നു. പിന്നെ ഞങ്ങളവിടെ കുറേ ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ ഫുഡ് കോർട്ടിൻ്റെ അങ്ങോട്ട് പോയി. എൻ്റെ അതോ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. ഈ സീസൺ
സീസൺ ആയതുകൊണ്ടാണെന്നാണ് പറഞ്ഞത്. ഒരു രക്ഷയില്ലായിരുന്നു അവിടെ. പിന്നെ പിള്ളേർക്ക് കാടമുട്ട ഫ്രൈ വേണമെന്നും പറഞ്ഞുകൊണ്ട് അത് വാങ്ങിക്കാൻ വേണ്ടി പോയതാണ്. പിന്നെ ഇവിടെ വന്നാൽ പിന്നെ ഉപ്പിലിട്ടത് കഴിക്കാതെ പോകുന്നത് എങ്ങനെയാണ്? ഞാൻ പറഞ്ഞു എനിക്ക് അതും വേണമെന്ന്, അതും വാങ്ങി. പിന്നെ എനിക്ക് കല്ലുമ്മക്കായ് വേണമെന്നും പറഞ്ഞുകൊണ്ട് വാങ്ങിച്ചുകൊണ്ട് തന്നെ, അത് ഒത്തിരി വാങ്ങിച്ചുകൊണ്ട് തന്നെ. പക്ഷെ ഭയങ്കര ഹാർഡായിരുന്നു, എനിക്കത് ഇഷ്ടപ്പെട്ടില്ല. അത് ഫ്രൈ ചെയ്തെന്തോ ആയിരുന്നു. പിന്നെ അത് എങ്ങനെ കളയുമെന്ന് ഓർത്തിട്ട് പിന്നെ സിയാദ് പിന്നെ അവിടെ ബലൂൺ വെക്കുന്ന ചേച്ചി ഒരു കുഞ്ഞും ഇരിപ്പുണ്ടായിരുന്നു. ഒരു സന്തോഷത്തോടെ വാങ്ങിച്ച് കഴിച്ചു കേട്ടോ. അങ്ങനെ ഞങ്ങളിത് ബീച്ചിൽ നിന്ന് ഇറങ്ങി ഒരു ചായ കുടിക്കാൻ വേണ്ടി പോവുക. അങ്ങനെ ഒരു കഫേ കണ്ടു, അവിടെ പോയി ചായ എല്ലാം കുടിച്ചു. അമ്മൂനെയും കൊണ്ട് ഒരു രക്ഷയില്ല കേട്ടോ. അവിടെ നിന്ന് ഒരു ചേച്ചിയും ചേട്ടനും പറയുമായിരുന്നു മെയിൻ റോഡാ, അവളെ പിടിച്ചാൽ വെക്കാൻ പറ്റത്തില്ല, അതുപോലെ അവൾ മേടായിരുന്നു. ആ ചേട്ടനും പറയുമോ കയ്യിൽ കെട്ടിയിടണം അല്ലെങ്കിൽ ഓടിക്കളയും എന്നും പറഞ്ഞുകൊണ്ട്. പിന്നെ അവിടെ നിന്ന് ഇറങ്ങി പിള്ളേർക്ക് ഫുഡ് വേണമെന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കര വഴക്കായിരുന്നു. അങ്ങനെ ഞങ്ങൾ പാരകൻ റെസ്റ്റോറൻറ്റിലേക്കാണ് പോകുന്നത്. സിയാദിന് ഇനി ഒന്നും വേണ്ടാന്നാണ് പറഞ്ഞത്. അവിടെ ചെന്നപ്പോൾ ദേ കിടക്കുന്നു, ഭയങ്കര തിരക്ക്, ഇങ്ങനെ ക്യൂ നിൽക്കുക. പിന്നെ അവിടുന്ന് ടോക്കൺ എടുത്ത് ക്യൂ നിന്ന് പിള്ളേരങ്ങ് മടുത്തപ്പോൾ അവിടെ തണ്ണിമത്തൻ ജ്യൂസ് ഉണ്ടായിരുന്നു, പിന്നെ അത് എടുത്തു കൊടുക്കുക. കുഞ്ഞു വഴക്കാന്നും പറഞ്ഞുകൊണ്ട് ഞാൻ പിന്നെ അകത്ത് കയറി. അവരോട് പറഞ്ഞു കയറ്റി വിടാവോ എന്ന് ചോദിച്ചുകൊണ്ട് പിന്നെ അകത്ത് കയറി എങ്ങനെയെങ്കിലും. പിന്നെ അവിടെ ചെന്നപ്പോൾ അരമണിക്കൂർ ഫുഡ് കിട്ടാൻ വേണ്ടി അവിടെയും ലേറ്റായിരുന്നു. പിന്നെ ഇവിടുത്തെ റേറ്റിൻ്റെ കാര്യമൊന്നും പറയണ്ടല്ലോ, ഒന്ന് വാങ്ങിക്കും. പിന്നെ ഇവന്മാർക്ക് മന്തി മതിയെന്നും പറഞ്ഞുകൊണ്ട് മന്തിയാണ് വാങ്ങിച്ചത്. പിന്നെ അമ്മു വഴക്കായതുകൊണ്ട് അവിടുത്തെ സ്റ്റാഫ് കൊണ്ടുവന്ന് ഒരു കാർട്ടൂൺ പ്ലേറ്റ് കൊണ്ടുവന്ന് കൊടുത്തത്. ഭയങ്കര കരച്ചിലായിരുന്നു അവൾ. എന്നിട്ടൊന്നും ഒരു രക്ഷയില്ല. പിന്നെ ഇവിടുത്തെ ഇല്ലേ എല്ലാം ഫുഡ് ലൈവാണേ. ഈ പാലപ്പമൊക്കെ ചുടുന്നത് കാണാൻ തന്നെ നല്ല രസമാണ് കേട്ടോ. ഞാൻ നോക്കി അങ്ങ് ഇരിക്കുമായിരുന്നു. ഇത് ഉണ്ടാക്കുന്നതൊക്കെ നല്ല രസമുണ്ട് കാണാൻ തന്നെ. അങ്ങനെ കോഴിക്കോട് വിശേഷങ്ങളൊക്കെ ഇവിടെ തീർന്നു. ഇനി നെക്സ്റ്റ് വീഡിയോ ഊട്ടിയിലെ വിശേഷങ്ങൾ. പിന്നെ ഈ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ല കേട്ടോ. സപ്പോർട്ടും ചെയ്യണേ. എങ്കിൽ ബായ്.